ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് മോഡൽ പ്രാക്ടിക്കൽ ബാർ ചാർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോളം ചാർട്ട്, പൈ ചാർട്ട്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാർട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ദ ഫോളോയിങ് ആർ ദ സെയിൽസ് റവന്യൂ ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓഫ് എ കമ്പനി. പ്രസൻറ്റ് ദിസ് ഡാറ്റ ഇൻ എ ബാർ ചാർട്ട്. ഒരു 4 വർഷത്തെ സെയിൽസ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. സോപ്പ്, ടൂത്ത് പേസ്റ്റ് 2 പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ വാല്യൂ, ഓരോ വർഷത്തെയും സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് ഇതൊരു ബാർ ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ? ആദ്യം നമ്മൾ പ്രൊസീജിയർ എഴുതുക. പ്രൊസീജിയർ നിങ്ങളിത് നോക്കിയിട്ടൊന്ന് എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡിലുണ്ടാവും, അത് നോക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാൽക്കിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഏകദേശം ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ചാർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയ ചെറിയ പിഴവുകൾ കൊണ്ടുവന്നാലും അതൊന്നും ആ ഒരു കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇയർ, സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഓരോ വർഷങ്ങളിലും നടന്ന സെയിൽസിൻ്റെ വാല്യൂ. നമുക്കിത് ഒരു ചാർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പ്രൊസീജിയർ എഴുതൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ചാർട്ട് നമുക്ക് വേഗം പ്രസൻറ്റ് ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇൻസെർട്ടിൽ പോയി ചാർട്ട് എടുത്ത് ചാർട്ടിൽ ഏത് ടൈപ്പ് ചാർട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഫിനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചുള്ള ഒരു ചാർട്ട് നമുക്ക് പക്ഷേ നമുക്ക് ആവശ്യമായ ചില മാറ്റങ്ങൾ ഇതിൽ വേണം. ഇതിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ പോരാ. എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ആവശ്യമുള്ള ഏരിയ സെലക്ട് ചെയ്ത് റേഞ്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് എന്ന ടാബിൽ പോയി അവിടെ നിന്ന് ചാർട്ട് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെയുള്ളൊരു ചാർട്ട് വിസാർഡ് കിട്ടും. ഈ ചാർട്ട് വിസാർഡിൽ 3-4 സ്റ്റെപ്സ് കാണാം. ഇതിൽ നമുക്ക് വേണ്ട ടൈപ്പ് ചാർട്ട് സെലക്ട് ചെയ്യാം. ഏത് ടൈപ്പാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് നമുക്കിവിടെ വേണ്ടത് ബാർ ചാർട്ടാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ റേഞ്ചിലേക്കാണ് പോകുന്നത്. റേഞ്ചിൽ മാറ്റമൊന്നും വരുത്തേണ്ട, നമ്മൾ ആൾറെഡി കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡാറ്റ സീരീസ് ഇൻ കോളംസ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് റോ ആസ് ലേബൽ എന്നുകൂടി ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റ സീരീസ് കാണാം. നമുക്ക് 2 ടൈപ്പാണ്, സോപ്പും ടൂത്ത് പേസ്റ്റും. അവിടെ നമ്മൾ മാറ്റമൊന്നും വരുത്തണ്ട. ദെൻ ചാർട്ട് എലിമെൻറ്റ്സ് എന്ന അടുത്ത ടാബിൽ പോയി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സെയിൽസ് റിപ്പോർട്ട് എന്നൊരു ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം എക്സ് ആക്സിസിൽ പ്രോഡക്ട്സ് എന്ന് എഴുതുക. അതുപോലെ വൈ ആക്സിസിൽ സെയിൽസ് എന്ന വാല്യൂവും കൊടുത്തതിന് ശേഷം ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള നമ്മുടെ ചാർട്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ലിബർ ഓഫീസ് കാൽക്കിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഏറ്റവും എളുപ്പത്തിലുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ 5ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഫ്രം വൗച്ചർ എൻട്രി. ഇത് ജിനു ഖാത്ത അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലാണ് ചെയ്യുന്നത്. ജിനു ഖാത്ത ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് അറിയാം. അക്കൗണ്ടിങ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ് ജിനു ഖാത്ത. അപ്പോൾ അതിൽ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ച പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അതിൽ ചെയ്യാൻ കഴിയുള്ളൂ. ട്രാൻസാക്ഷൻസ് നോക്കുക. ഒരു 7-8 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്രയും ട്രാൻസാക്ഷൻസ് ജിനു ഖാത്തയിൽ വൗച്ചർ എൻട്രി നടത്തുക അഥവാ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഈ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തത് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്റ്റെപ്സ് ഒന്ന് നോക്കുക, ആവശ്യമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. സ്റ്റെപ്പ് 1 ഓപ്പൺ ജിനു ഖാത്ത. ദെൻ സ്റ്റെപ്പ് 2 ക്രിയേറ്റ് കമ്പനി ഇൻ ദ നെയിം ഓഫ് സത്യം ട്രേഡേഴ്സ് വിത്ത് നെസസറി ഡീറ്റെയിൽസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ക്രിയേറ്റ് ഓർഗനൈസേഷൻ ആണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്. ദെൻ അനലൈസ് ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ്. നമുക്ക് ആവശ്യമായുള്ള അത്ര ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുക. എവിടെയാണ് ഇത് തയ്യാറാക്കാനുള്ള ടാബ്? മാസ്റ്ററിലാണ്. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഉപയോഗിക്കുക. ദെൻ നമ്മൾ തയ്യാറാക്കേണ്ട അക്കൗണ്ടുകളും ഉപയോഗിക്കുന്ന റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറുകളും ഏതൊക്കെയാണെന്ന് ഉൾപ്പെടുത്തിയ ഒരു ടാബ് അടുത്ത സ്റ്റെപ്പിൽ തയ്യാറാക്കുക. എൻ്റർ ദ ട്രാൻസാക്ഷൻസ് ത്രൂ അപ്രോപ്രിയേറ്റ് വൗച്ചേഴ്സ്. ഇവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണ്ടത്. ഏതൊക്കെ അക്കൗണ്ടുകൾ തയ്യാറാക്കണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യണം, ഏത് വൗച്ചറാണ് ഈ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ബേസിക് നോളേജ്. 1/6/2016 ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ്.
വിത്ത് ക്യാഷ് എമൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ. ബിസിനസ് ആരംഭിച്ചു. ഏത് വൗച്ചറിലാണ് ചെയ്യുക? റെസിപ്റ്റ് വൗച്ചറിലാണ്, കാരണം ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമുക്കറിയാം, ജനറൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 70,000 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് എമൗണ്ട് 70,000. ആ രീതിയിൽ മുഴുവൻ ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു ടേബിൾ തയ്യാറാക്കുക. 3/6/2016 പർച്ചേസ്ഡ് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നാണ് ജനറൽ എൻട്രി. അപ്പോൾ അത് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്. മെഷീനറി വാങ്ങിയപ്പോൾ ക്യാഷ് പെയ്ഡ് ആണല്ലോ. ദെൻ പെയ്ഡ് റെൻറ്റ് പേയ്മെൻറ്റ് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക് നമ്മളത് ഉപയോഗിക്കുന്നത് ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക? കോൺട്രാ വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക. കനറ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. കനറ ബാങ്കിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അപ്പോൾ കനറ ബാങ്ക് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ക്യാഷ് പർച്ചേസസ് സാധനങ്ങൾ വാങ്ങിച്ചു, ഗുഡ്സ് വാങ്ങിച്ചു ബിസിനസ്സിലേക്ക്, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വൗച്ചർ, ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചറാണ് പർച്ചേസസ് വൗച്ചർ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യാനുള്ള വൗച്ചർ സെയിൽസ് വൗച്ചറാണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് സെയിൽസ് ടു രാജേഷിന് കടമായി വിറ്റു. പർച്ചേസും സെയിൽസും നമ്മൾ ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റാണെങ്കിലും ഒന്നുകിൽ പർച്ചേസ് വൗച്ചർ അല്ലെങ്കിൽ സെയിൽസ് വൗച്ചറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ്, അതിന് ഉപയോഗിക്കുന്ന വൗച്ചർ സെയിൽസ് വൗച്ചറാണ്. രാജേഷ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, സെയിൽസ് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കണം. അതിനുള്ള പാത്താണ് റിപ്പോർട്ട്, അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു കാര്യം ചെയ്യണം, അതിൻ്റെ ടു ഡേറ്റ് ഫ്രം ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാകും. ടു ഡേറ്റ് 30/6/2016 എന്ന് സെലക്ട് ചെയ്യണം, എന്നിട്ട് പ്രസ് വ്യൂ ബട്ടൺ. ഓക്കെ, ബാലൻസ് ഷീറ്റ് അതുപോലെ റിപ്പോർട്ടിലാണ് ബാലൻസ് ഷീറ്റ് ഉള്ളത്. അപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ജിനു ഖാത്ത ഓപ്പൺ ചെയ്യണം. ജിനു ഖാത്ത ഓപ്പൺ ചെയ്യേണ്ട സ്റ്റെപ്പ് 1 എന്താ? ആപ്ലിക്കേഷൻസിൽ പോവുക, ഓഫീസിൽ പോവുക, ദെൻ ജിനു ഖാത്ത സെലക്ട് ചെയ്യുക. ഓക്കെ, ജിനു ഖാത്ത ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ളൊരു വിൻഡോ കിട്ടും. ഇതിൽ നമ്മൾ ആദ്യം ഈ മെനു ടാബിൽ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യുക. ഓർഗനൈസേഷൻ നെയിമാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേരെന്താ? സത്യം ട്രേഡേഴ്സ് അല്ലേ? സത്യം ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര്. സത്യം ട്രേഡേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കേസാണ്. കേസിൽ ആസിസ് അപ്പർ കേസ് ലോവർ കേസ്, നമുക്ക് അത് ക്യാപിറ്റൽ ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം എന്നൊക്കെ ഉള്ളതാണ്. അത് ഏതാ വേണ്ടിച്ചാൽ സെലക്ട് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, അതുകൊണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് സെലക്ട് ചെയ്യുക. ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് ഏതാണ് ഇവിടെ കൊടുക്കേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 01/04/2016 എന്ന് നമുക്ക് കൊടുക്കാം. 31/3/2017. ദെൻ നമുക്ക് അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്താൽ മതി, അത്രയും നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. ദെൻ പ്രൊസീഡ് കൊടുക്കുക. അവിടെ നമുക്ക് യൂസർ നെയിം എന്ത് ചെയ്യാം? ജസ്റ്റ് അഡ്മിൻ എന്ന രീതിയിൽ കൊടുത്തു പോവാം. എല്ലാം അഡ്മിൻ കൊടുക്കുകയാണ്. യൂസർ നെയിം പാസ്വേഡും ഒക്കെ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാണ് നേരത്തെ. യൂസർ നെയിമും പാസ്വേഡും സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതുപോലെ സെക്യൂരിറ്റി ആൻസർ ടു ദ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും എല്ലാം തൽക്കാലം എല്ലാറ്റിനും അഡ്മിൻ എന്ന് തന്നെ കൊടുത്തു പോവാം. അതിനുശേഷം ക്രിയേറ്റ് ആൻഡ് ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ മറ്റു കുറേ ടാബുകൾ കൂടിയുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകൾ വേണം? നമുക്ക് ഏതെല്ലാം ട്രാൻസാക്ഷൻസ് ഉണ്ട്? നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷനും രേഖപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കണം. അപ്പോൾ ആദ്യം മാസ്റ്ററിൽ പോയി ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് എടുക്കുക. നമ്മൾ ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. ക്യാപിറ്റൽ വരുന്ന ഗ്രൂപ്പ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ നെയിം കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ദെൻ ജസ്റ്റ് അടുത്തായി നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കറൻറ്റ് അസറ്റിലാണ്. സബ് ഗ്രൂപ്പിൻ്റെ നെയിം ക്യാഷ് ആണ്. അക്കൗണ്ട് നെയിം ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് മെഷീനറി ആണ് അല്ലേ? 3/6/2016 10,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് അവിടെ മെഷീനറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അത് വരുന്ന ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പാണ്. മെഷീനറി വരുന്നത് ഫിക്സഡ് അസറ്റ് ഗ്രൂപ്പിലാണ്. സബ് ഗ്രൂപ്പ് പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കുക. അക്കൗണ്ട് നെയിം മെഷീനറി അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ ആ ട്രാൻസാക്ഷനിൽ അടുത്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്, അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക, നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. 8-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ പെയ്ഡ് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. അപ്പോൾ റെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും വേണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ റെൻറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. റെൻറ്റ് അക്കൗണ്ട് വരുന്ന ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന് സബ് ഗ്രൂപ്പ് ഇല്ല. ജസ്റ്റ് നമ്മൾ റെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കുക, സേവ് ചെയ്യുക. then അടുത്ത ട്രാൻസാക്ഷൻ 14-ാം തീയതി ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കനറ ബാങ്ക് ആണ്. അവിടെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ കനറ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത് കറണ്ട് അസറ്റ് ഗ്രൂപ്പിലാണ്. സബ് ഗ്രൂപ്പ് ബാങ്ക് ആണ്. അക്കൗണ്ട് നെയിം നമുക്ക് കനറ ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ആ കനറ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് വരുന്നത് 22-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പാണ്. സബ് ഗ്രൂപ്പ് നണ്ണാണ്. അതിൽ സബ് ഗ്രൂപ്പ് ഇല്ല. ദെൻ നമുക്ക് പർച്ചേസസ് അക്കൗണ്ട് എന്ന പേരിൽ ഒരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം. ദെൻ അവിടെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക. 28-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ് അല്ലേ. അവിടുത്തെ അക്കൗണ്ട് നമുക്ക് വേണ്ടത് സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ സബ് ഗ്രൂപ്പില്ല, സെയിൽസ് എന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സേവ് ചെയ്തു. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വീണ്ടും നോക്കുക. അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ രാജേഷ് ആണ്. അപ്പോൾ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ടും രാജേഷ് അക്കൗണ്ടുമാണ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, മിസ്റ്റർ രാജേഷ് അക്കൗണ്ട് തയ്യാറാക്കുക. രാജേഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഡെപ്റ്ററാണ്. രാജേഷിന് കടമായി സാധനങ്ങൾ വിറ്റതാണ്. അപ്പോൾ അത് കറണ്ട് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിലാണ്. അതിന് സബ് ഗ്രൂപ്പ് ഉണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന സബ് ഗ്രൂപ്പിൽ രാജേഷ് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്യേണ്ടത് മാസ്റ്റർ എന്ന ടാബിൽ ഗ്രൂപ്പ്, ആദ്യം ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട് നെയിം കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ എൻ്റർ ചെയ്യണം. ഇതിൽ റെക്കോർഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് വൗച്ചർ എന്ന് പറയുന്ന ഈ ടാബാണ്. ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ വൗച്ചറുകളും ഇവിടെ ഡിസ്പ്ലേ കാണാം. ഇതിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എടുത്ത് ഏത് വൗച്ചർ ഉപയോഗിച്ച് ചെയ്യണമെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലേ. ആദ്യത്തെ ട്രാൻസാക്ഷൻ ഏതാണ്? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. 70,000 രൂപ കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏത് വൗച്ചറിൽ ചെയ്യണം? ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയാണ്. ബിസിനസ് ആരംഭിക്കുമ്പോൾ ക്യാഷ് കംസ് ടു ബിസിനസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്. ആ വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വൗച്ചർ നമ്പർ കാണാം. ഡേറ്റ് കൊടുക്കണം. ഏതാ ഡേറ്റ്? 1/6/2016 ആ ബിസിനസ് ആരംഭിക്കുന്നത്. 1/6/2016 കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് അക്കൗണ്ട് നെയിം സെലക്ട് ചെയ്യണം. ഡെബിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ട് നെയിം ഡെബിറ്റ് വരാവുന്ന അനുയോജ്യമായ അക്കൗണ്ടുകൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ആയി കാണിക്കും. ഇവിടെ 2 അക്കൗണ്ടാണ് കാണുന്നത്, ഒന്ന് കനറ ബാങ്കും ഒന്ന് ക്യാഷ് അക്കൗണ്ടും. നമ്മുടെ ഈ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ എന്ത് ചെയ്യാം, എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 70,000 ആണ്. ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കുറേ അക്കൗണ്ടുകൾ കാണാണ്ട് നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് ക്യാപിറ്റൽ അക്കൗണ്ട് 70,000. നരേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ സേവ് ചെയ്തു. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുക. 3/6/2016 പർച്ചേസ്ഡ് മെഷീനറി ₹10,000 എന്നാണ് അടുത്ത ട്രാൻസാക്ഷൻ. മെഷീനറി ആണ് വാങ്ങിച്ചത്. അപ്പോൾ മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏത് വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്യാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്യാഷിനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ വൗച്ചർ ഏതാണ്? പേയ്മെൻറ്റ് വൗച്ചറാണ് ഉപയോഗിക്കുക. അത് ക്രെഡിറ്റിനാണ് ഈ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജേണൽ വൗച്ചറാണ്. ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ഇത് റെക്കോർഡ് ചെയ്യേണ്ടത്. പേയ്മെൻറ്റ് വൗച്ചർ എടുക്കുക.
ഡേറ്റ് കൊടുക്കുക 3/6/2016 അപ്പോൾ നമ്മൾ 3/6/2016 മെഷീനറി അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടുകളുടെ പേര് ഡിസ്പ്ലേ വരും. മെഷീനറി അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എത്ര രൂപക്കാണ് വാങ്ങിച്ചത്? 10,000 rupees വാങ്ങിച്ചത്. 2 ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്, ചെക്കല്ല. ചെക്കാണെങ്കിൽ നമുക്കിവിടെ ബാങ്ക് സെലക്ട് ചെയ്യാം. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു 10,000 രൂപ. നരേഷൻ ഇവിടെ കൊടുക്കാം, അതിനുശേഷം സേവ് ചെയ്യാം. then അടുത്ത ട്രാൻസാക്ഷൻ ഏതാണെന്ന് നോക്കണം. അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ്? 8/6/2016 അല്ലേ? 08/06/2016 പെയ്ഡ് റെൻ്റ് ഓഫ് ബിൽഡിംഗ്. ബിസിനസ് എക്സ്പെൻസ് ആണ് റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലേ? ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഏത് വൗച്ചറിലാണ് ചെയ്യുക? നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യേണ്ട അക്കൗണ്ട് റെൻ്റ് അക്കൗണ്ടാണ്. എത്ര രൂപയാണ് കൊടുത്തത്? 7,500 rupees ആണ് കൊടുത്തത് ഡെബിറ്റ് എമൗണ്ട്. ദെൻ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ടാണ്. എത്ര എമൗണ്ട്? 7,500 രൂപ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ദെൻ നരേഷൻ കൊടുത്ത് ആവശ്യമെങ്കിൽ നരേഷൻ കൊടുക്കുക, സേവ് ചെയ്യും. അടുത്ത ട്രാൻസാക്ഷൻ 14-ാം തീയതിയാണ്. 14/6/2016 ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു കനറ ബാങ്ക് 20,000. കനറ ബാങ്കിൽ 20,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾ ഇതിന് ഉപയോഗിക്കേണ്ട വൗച്ചർ കോൺട്രാ വൗച്ചറാണ്. കോൺട്രാ വൗച്ചർ എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. പ്രധാനമായിട്ടും ഈ 2 ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, ബാങ്കിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിക്കാം. ഇത്തരം ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ കോൺട്രാ വൗച്ചർ ഉപയോഗിക്കാം. കോൺട്രാ വൗച്ചർ ഉപയോഗിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കനറ ബാങ്ക് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. എത്ര രൂപയാണ്? 20,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. ടു ക്യാഷ് അക്കൗണ്ട് 20,000. ജസ്റ്റ് എൻ്റർ ചെയ്യുക, ഇവിടെ സേവ് ബട്ടണിൽ സേവ് ചെയ്യുക. ദെൻ 22-ാം തീയതി 22/06/2016 പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഏത് വൗച്ചറിലാണ് നമ്മൾ രേഖപ്പെടുത്തുക? പർച്ചേസ് വൗച്ചറിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ കോൺട്രാ വൗച്ചറിലാണ്. കോൺട്രാ വൗച്ചറിൽ ഇവിടെ ഡെബിറ്റിൽ പർച്ചേസ് വരുമോ നോക്കുക. ഇവിടെ 2 അക്കൗണ്ടുകളെ കാണിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അത്? നമ്മളിവിടെ നിൽക്കുന്നത് കോൺട്രാ വൗച്ചറിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്യുക. പർച്ചേസ് വൗച്ചർ സെലക്ട് ചെയ്ത് അതിലെ അടുത്ത വൗച്ചർ നമ്പർ നമ്മൾ ആവശ്യമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ആക്ച്വൽ ചെയ്യുന്ന സമയത്ത് വൗച്ചർ നമ്പർ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാത്തത്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. എത്ര രൂപയുടെ പർച്ചേസാണ് നടത്തിയത്? 8,400 രൂപയുടെ പർച്ചേസാണ് നടത്തിയത്. 8,400 രൂപ. ജസ്റ്റ് എൻ്റർ ചെയ്യുക. ക്യാഷാണ് കൊടുത്തത്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. 8,400 രൂപ സേവ് ചെയ്യുക. 28/6/2016 28/6/2016 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. എത്ര രൂപയുടെ ഗുഡ്സാണ് വിറ്റത്? 7,560 രൂപയുടെ ഗുഡ്സാണ് വിറ്റത്. ഏത് വൗച്ചറിലാണ് ചെയ്യേണ്ടത്? സെയിൽസ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ വിറ്റത് ക്യാഷിനാണ് വിറ്റത്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 7,560 ജസ്റ്റ് എൻ്റർ ചെയ്യുക. ടു സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട്. ദെൻ നരേഷൻ ആവശ്യമെങ്കിൽ ഇവിടെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ 30/6/2016 സെയിൽസ് തന്നെയാണ്. നമ്മൾ സെയിൽസ് വൗച്ചർ നമ്പർ 2 ആയിട്ട് ചെയ്യാം. സെയിൽസ് വൗച്ചർ നമ്പർ 2 കടത്തിനാണ് വിറ്റത് അല്ലേ? സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്തു. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് നല്ലല്ലോ ജേണൽ എൻട്രി. ആർക്കാണ് വിറ്റത്? രാജേഷ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച അക്കൗണ്ടുകൾ മാത്രം ഇവിടെ സെലക്ഷനിൽ നമുക്ക് കാണുള്ളൂ. ഒരു സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ 3 തരത്തിലുള്ള അക്കൗണ്ടുകളെ കാണിക്കുള്ളൂ. ഒന്നുകിൽ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു ഡെപ്റ്ററുടെ അക്കൗണ്ട്. അപ്പോൾ രാജേഷ് അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. എത്ര രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്? 2,800 രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്. ജസ്റ്റ് എൻ്റർ ചെയ്താൽ അടുത്ത എമൗണ്ട് കോളത്തിലേക്ക്, ഡെബിറ്റ് എമൗണ്ട് കോളത്തിലേക്ക് പോകും. 2,800.
എൻ്റർ ക്രെഡിറ്റ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ജസ്റ്റ് എൻ്റർ ചെയ്യുക 2800 ദെൻ നരേഷൻ എഴുതി സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മുഴുവൻ ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാണണം, ബാലൻസ് ഷീറ്റും കാണണം. വളരെ സിമ്പിളാണ്. റിപ്പോർട്ടിൽ പോവുക, ഇവിടെ നമുക്ക് കാണാം ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുകയാണ്. ഇവിടെ വ്യൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഫ്രം ടു കാണാം. 2ൽ നമ്മൾ 30/6 വരെയുള്ള 30/06/2016 വരെയുള്ള നമ്മൾ അത്ര ചെയ്തിട്ടുള്ളൂ, അതുവരെയുള്ളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് വേണ്ടത്. വ്യൂ കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്പ്ലേ കാണാം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ റിപ്പോർട്ടിൽ പോവുക, ബാലൻസ് ഷീറ്റ് എടുക്കുക. വ്യൂ ബാലൻസ് ഷീറ്റിൽ ഇവിടെ 30/6 വരെ ഉള്ളതാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 ഡേറ്റ് കൊടുത്തതിന് ശേഷം വ്യൂ കൊടുക്കുക, ബാലൻസ് ഷീറ്റ് കാണാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ജിനു ഖാത്തയിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, ഇത് നമുക്ക് ലിബർ ഓഫീസ് ബേസിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. 6 ക്വസ്റ്റ്യനിൽ 4 ലിബർ ഓഫീസ് കാൽക്കാണ്, 1 ജിനു ഖാത്തയാണ്, 1 ലിബർ ഓഫീസ് ബേസ് ആണ്. ലിബർ ഓഫീസ് ബേസിൽ ഡിസൈൻ വ്യൂവിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്രിയേറ്റ് എ ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ യൂസിങ് ലിബർ ഓഫീസ് ബേസ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്, എംപ്ലോയി ഡാറ്റ വരുന്ന ഒരു ടേബിൾ. എംപ്ലോയി ID ഉണ്ട്, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ബേസിക് പേ, പേരുണ്ട് സെയ്ദ്, ഷൈൻ, ഷാഹിന, സെയിൻ, ശ്രുതി. അവരുടെ ഡാറ്റ ഒക്കെ ഉണ്ട്, ബേസിക് പേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ പ്രൊസീജിയറാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്റ്റെപ്പ് 1 ഓപ്പൺ ലിബർ ഓഫീസ് ബേസ്. ആപ്ലിക്കേഷൻസിലാണ്, ഓഫീസിലാണ് ലിബർ ഓഫീസ് ബേസ് ഉള്ളത്. ആ ഒരു പാത്ത് സെലക്ട് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 ശ്രദ്ധിക്കുക, ഇൻ ഡാറ്റാബേസ് വിസാർഡ്. ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റാബേസ് വിസാർഡാണ് കിട്ടുക. അണ്ടർ സ്റ്റെപ്പ് 1 എൻഷുർ ദാറ്റ് ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് ഓപ്ഷൻ ഈസ് സെലക്റ്റഡ് ആൻഡ് ദെൻ ക്ലിക്ക് ഫിനിഷ് ബട്ടൺ. ഒരു ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് ബട്ടൺ സെലക്ട് ചെയ്ത് ഫിനിഷ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡയലോഗ് ബോക്സ് കിട്ടും. അതിൽ സ്റ്റെപ്പ് 3 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇൻ സേവ് ഡയലോഗ് ബോക്സ് ഗീവ് ദ നെയിം എംപ്ലോയി ടേബിൾ ആൻഡ് സെലക്ട് എ ലൊക്കേഷൻ ടു സേവ് ദ ഡാറ്റാബേസ് ആൻഡ് ക്ലിക്ക് സേവ് ബട്ടൺ. ദിസ് വിൽ ഓപ്പൺ ദ ക്രിയേറ്റഡ് ഡാറ്റാബേസ് ഫയൽ. ആ സേവ് ഡയലോഗ് ബോക്സിൽ നമ്മൾ ഈ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിന് ഒരു പേര് കൊടുക്കുക. നമ്മളിവിടെ എംപ്ലോയി ടേബിൾ എന്നതിൻ്റെ ഒരു ചുരുക്കമാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലൊക്കേഷൻ നമുക്ക് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക, എന്നിട്ട് സേവ് ബട്ടൺ കൊടുക്കുക. 4th സ്റ്റെപ്പായിട്ട് ഇൻ ദ ലെഫ്റ്റ് പെയിൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഡാറ്റാബേസ് ഫയലിൽ ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ എന്ന ടാബിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടേബിൾ ക്രിയേഷൻ ഒരു സ്ക്രീന് കിട്ടും. അതിൽ ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും കൊടുക്കുക. ഫീൽഡ് നെയിം എംപ്ലോയി ID ടെക്സ്റ്റാണ്, എംപ്ലോയി നെയിം ടെക്സ്റ്റാണ്, എംപ്ലോയി സെക്സ് ടെക്സ്റ്റാണ്, എംപ്ലോയി ബേസിക് പേ നമ്പറാണ്. അത് കാൽക്കുലേഷൻ ആവശ്യമായി വരുന്ന ഐറ്റമാണ്. നമ്പർ ആയതുകൊണ്ട് നമ്പർ ആണ് കൊടുക്കേണ്ടത്. ദെൻ എംപ്ലോയി IDയെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ സേവ് ചെയ്യുക, ആ ടേബിളിനെ സേവ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ടേബിൾ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഡാറ്റാബേസ് വിൻഡോയിൽ വരുമ്പോൾ അവിടെ ടേബിൾസ് കാണും. ആ ടേബിൾസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റ ടേബിളിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണിത്. പ്രൊസീജിയർ എഴുതിയെടുത്ത് പഠിക്കുക. അതിനുശേഷം എങ്ങനെ അത് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻസിൽ ഓഫീസിൽ ലിബർ ഓഫീസ് ബേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഡാറ്റാബേസ് വിസാർഡ് ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് തന്നെയാണ് ടിക്ക് മാർക്കിലുള്ളത് എന്ന് ഉറപ്പുവരുത്തി നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് ആണ്. നമുക്ക് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു നെയിം കൊടുക്കാൻ പറയും അല്ലേ. നമുക്കൊരു എംപ്ലോയി ടേബിൾ എന്നൊരു പേരിൽ ഞാൻ അതിനെ സേവ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ആവുക. നമുക്ക് ആവശ്യമെങ്കിൽ ഡെസ്ക്ടോപ്പിലോ മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിൽ ഇത് സേവ് ചെയ്യാണ്. സേവ് കൊടുത്തു. ഒരു ലിബർ ഓഫീസ് ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കതിൻ്റെ കോമ്പണൻസ് കാണാം. ടേബിൾ, ക്വറീസ്, ഫോംസ്,
റിപ്പോർട്ട്സ് അല്ലേ, അതിൽ ടേബിൾസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ടേബിൾ തയ്യാറാക്കാനുള്ള ഒരു ഡിസൈൻ വ്യൂ കിട്ടിയിട്ടുണ്ട്. അവിടെ ഓരോ ഫീൽഡ് നെയിം കൊടുക്കുക. ആദ്യത്തെ ഫീൽഡ് ഏതാണ്? എംപ്ലോയി ID. ഇത് ടെക്സ്റ്റാണ് ഓട്ടോമാറ്റിക്കായി വന്നുള്ളത്. നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് മാറ്റാം. എംപ്ലോയി IDക്ക് ടെക്സ്റ്റ് തന്നെ കൊടുക്കുക. ദെൻ എംപ്ലോയി നെയിം സെലക്ട് ചെയ്യുക. ടെക്സ്റ്റാണ്, ആവശ്യമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. ദെൻ എംപ്ലോയി സെക്സ്, ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ടേബിളാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ദെൻ എംപ്ലോയി ബേസിക് പേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബേസിക് പേ ഇത് ടെക്സ്റ്റ് അല്ല, മാറ്റി കൊടുക്കണം. നമ്പർ ഓർ ന്യൂമറിക് എന്ന ഫീൽഡ് ടൈപ്പാക്കി മാറ്റി കൊടുക്കണം. അപ്പോൾ ഓരോ ഫീൽഡിനും നമ്മൾ അതിൻ്റെ ഫീൽഡ് ടൈപ്പ് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിൽ ഒരു ഐറ്റം, ഒരു നെയിം എന്ത് ചെയ്യണം, ഒരു ഫീൽഡ് എന്ത് ചെയ്യണം, പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യണം. ഒരു യുണീക്ക് ID വേണം. ഓരോ എംപ്ലോയിയുടെയും എംപ്ലോയി ഐഡിയെ നമുക്ക് യുണീക്ക് കീ ആയിട്ട് അഥവാ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ നമ്മൾ പ്രൈമറി കീ ആവുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൈമറി കീ എന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രൈമറി കീ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കീ സിമ്പിൾ കാണാം. അതിന് ശേഷം നമുക്കിത് സേവ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സേവ് S കൊടുക്കുക. അപ്പോൾ അവിടെ എംപ്ലോയി ടേബിൾ എന്ന് നമ്മൾ ജസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ ഇവിടെ കാണാം. ആ ടേബിളിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി സെക്സ്, എംപ്ലോയി ബേസിക് പേ. ഓരോരുത്തരുടെ കൊടുക്കാം. ആദ്യത്തെ ആളുടെ ID 101, ജസ്റ്റ് നെയിം കൊടുക്കുക, സെയ്ദ്. ദെൻ മെയിലാണ്, ബേസിക് പേ 60,000 എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ആളുടെ എംപ്ലോയി ID 102, നെയിം ഷൈൻ, മെയിൽ, basic pay 58,000. Then 103 Shahina, female, 48,000 basic pay. Then 103 Zain, male, 36,000. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ഇതാണ് ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ഇൻ ലിബ്രിയോഫീസ് ബേസ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി വീണ്ടും പറയാം. നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ എനി 2 സെലക്ട് ചെയ്യുക. ആ 2 പ്രൊസീജിയർ എഴുതുക. ആ 2 സിസ്റ്റത്തിൽ ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കുക. പ്രൊസീജിയറും ഔട്ട്പുട്ടും ആണ് ഏറ്റവും കൂടിയ സ്കോർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് പ്രൊസീജിയർ എഴുതാൻ കൃത്യമായി പഠിച്ചു വെക്കുക. നമ്മൾ ഈ മോഡലിൽ കണ്ട അതേപോലെ പ്രൊസീജിയർ കോപ്പി ചെയ്യാന്നല്ല, നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുക. ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ടീച്ചേഴ്സ് പിന്നെ വലിയ കാര്യമാക്കാൻ സാധ്യതയില്ല ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അതുകൊണ്ട് നന്നായി പഠിച്ചു പോവുക, നന്നായിട്ട് പ്രാക്ടിക്കലി ചെയ്യുക. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.